ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പ് വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ വളരെ ഗൗരവമായിട്ട് എടുത്തതിന് ശേഷമാണ് എൻ്റെ ലൈഫ് മൊത്തത്തിലൊന്ന് ചേഞ്ചായി തുടങ്ങിയത്. വേറൊന്നുമല്ല, സെൽഫ് ലവ് അല്ലെങ്കിൽ ആത്മസ്നേഹം. ഒരു മനുഷ്യന് അവൻ്റെ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷനാണ് സെൽഫ് ലവ്. അല്ലെങ്കിൽ ആ ഒരു അടിത്തറയിലാണ് മാനിഫെസ്റ്റേഷൻ്റെ എല്ലാ ഘടകങ്ങളും നിലകൊള്ളുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും പലർക്കും ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്നതും ഈ ഒരു സെൽഫ് ലവ് ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സിംപിളി നമുക്ക് കേൾക്കാൻ വളരെ സുഖമുള്ളതും ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ലവ്. സിംപ്ലി യുവർ സെൽഫ്, അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കപ്പെടാനും എല്ലാ സൗഭാഗ്യങ്ങളും നേടാനും നിങ്ങൾ അർഹനാണ്. യു ഡിസേർവ് ലവ് ആൻഡ് റെസ്പെക്ട് ഫ്രം യുവർ സെൽഫ് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുതന്നെയാണ് ആദ്യം വേണ്ടത്. കാരണം അവനവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ അതേ അളവിൽ അതേ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ ഒരു ജേർണി എടുത്ത് നോക്കിയാൽ ഞാൻ പറയാം, ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിലും പുതിയൊരു ലക്ഷ്യം, ഒരാഗ്രഹം എനിക്ക് നടത്തിയെടുക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലും എന്നെ എപ്പോഴും ബ്ലോക്കാക്കി നിർത്തിയിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാസ്റ്റ് ലൈഫിൽ എനിക്കുണ്ടായ മോശം അനുഭവങ്ങളാണ്. ഒരു കാര്യം പുതിയത് ട്രൈ ചെയ്യുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുണ്ടായ പഴയ തോൽവികളും മോശമായിട്ടുള്ള സിറ്റുവേഷൻസുകളുമാണ് എന്നെ എപ്പോഴും ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഇൻസെക്യൂരിറ്റീസ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു ഒരു കഴിവില്ല, ഞാൻ അതിൽ മോശമാണ്, അതത്ര പോരാ, എനിക്കിങ്ങനെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ആത്മവിശ്വാസക്കുറവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. ഒരു കോൺഫിഡൻറ്റോട് കൂടി എനിക്ക് ചെയ്യാൻ പലപ്പോഴും പലതും കഴിയാറില്ലായിരുന്നു. ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും എപ്പോഴും ഈ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചതും ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസിലൂടെയാണ്. അപ്പം നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാം. പക്ഷേ എപ്പോഴും എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മളെ ആത്മാർത്ഥമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ തെറ്റുകളും വീഴ്ചകളും അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടിയ കുറ്റബോധവും അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലായ്മയും ഒക്കെയാണ്. അപ്പം പാസ്റ്റ് ലൈഫിലെ ഇത്തരം ആത്മനിന്ദ അല്ലെങ്കിൽ നാണക്കേട്, ദേഷ്യം, അല്ലെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അത് നമ്മളെ മുന്നോട്ട് പോകാൻ പിടിച്ചു നിർത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇത്തരം ഇമോഷൻസുകളിൽ നിന്നും നമ്മൾ കംപ്ലീറ്റ് റിക്കവറായി മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഹാപ്പിയാക്കി ഏറ്റവും മനോഹരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്ത ഒരു പ്രാക്ടീസ് ഉണ്ട്. അതായത് ഇതൊരു ഞാനായിട്ട് കണ്ടുപിടിച്ച പ്രാക്ടീസ് ഒന്നുമല്ല. റോക്സി നെഫോസിയുടെ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ കൊടുത്തിരുന്ന ഒരു സെൽഫ് ലവ് പ്രാക്ടീസാണ്. വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ മാനിഫെസ്റ്റേഷൻ ജേർണിയിലാണെങ്കിൽ കൂടിയും ബ്ലോക്സുകളൊക്കെ മാറ്റി വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അപ്പം നമ്മൾ പാസ്റ്റ് ലൈഫിനെ ഓക്കെ ആക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മളുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പൂർണ്ണമായിട്ടൊരു സെൽഫ് ലവ് ജേർണിയും ഒക്കെ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതിലാദ്യം നമ്മൾ ഹൃദയം കൊണ്ട് നമ്മളെ അംഗീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നോ അന്ന് ഞാൻ എനിക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ തന്നെ എന്നെ കൊണ്ട് പറ്റുമായിരുന്നുള്ളൂ, അത് ഞാൻ ചെയ്തു. ഈ ഒരു അംഗീകരിക്കലാണ്, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യലാണ്. രണ്ടാമത്, ആ ലൈഫ് അങ്ങനെ ആയതിൽ കുഴപ്പമില്ല, അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ലെസൺസ് എനിക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടാകും, അല്ലേ? ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എപ്പോഴും എല്ലാവർക്കും
നല്ലത് മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത്. ആ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഞാൻ ഒരുപാട് മെച്ചേർഡ് ആയിട്ടുണ്ട്, ഞാൻ ഇന്ന് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന രീതിയിൽ നമ്മൾ നമ്മളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഭൂതകാലത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനെ വാല്യൂ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പിന്നീട് നമ്മൾ ഈ ഒരു പ്രാക്ടീസിലേക്ക് കടക്കുക. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ അലട്ടുന്ന ഒരുപാട് പാസ്റ്റ് ലൈഫ് ഇൻസിഡൻറ്റുകൾ ഉണ്ടാകാം, മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പം എനിക്കുള്ളതായിരിക്കണം എന്നില്ല നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അപ്പം അതിൽ നിന്നും അങ്ങനെയുള്ള ഏത് അനുഭവത്തെയും നമുക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ആദ്യം അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റ് എ ടൈം ഒരു കാര്യത്തെ ചൂസ് ചെയ്യുക. പല മോശം അനുഭവങ്ങളിൽ നിന്നും ഒരെണ്ണത്തെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി വേണ്ടത് ഒരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക. ആ പേപ്പറിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ആലോചിക്കുവാണെങ്കിൽ നിങ്ങൾക്കുള്ള മാനസികാവസ്ഥയെക്കുറിച്ച് വിശദമായിട്ട് അതിൽ എഴുതി വയ്ക്കുക. നിങ്ങൾക്കൊരു നാണക്കേടുണ്ടാക്കിയ അനുഭവമായിരിക്കും, നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തോൽവികൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, തെറ്റ് പറ്റിയിട്ടുണ്ടാകാം, അല്ലേ? കുറ്റബോധമോ ദേഷ്യമോ ഒക്കെ ആയിരിക്കും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ്. ആ ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ അത് അതേപോലെ ഒരു പേപ്പറിലേക്ക് വിശദീകരിച്ചങ്ങ് എഴുതുക. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൂടാത്തൊരു കാര്യമായിരുന്നു, പക്ഷേ എനിക്കത് പറ്റിപ്പോയി. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിൽ, നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ അതൊന്ന് വിശദീകരിച്ച് എഴുതി വയ്ക്കുക. ഇനി എഴുതി കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് ആ പാസ്റ്റ് ലൈഫിലെ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തോട് നിങ്ങൾ ക്ഷമിക്കുകയാണ് എന്നൊന്ന് ഫീൽ ചെയ്യുക. അങ്ങനെ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കുറച്ച് സ്നേഹവും സഹാനുഭൂതിയും നിറഞ്ഞ് നിങ്ങൾക്കായിട്ടൊരു കത്തെഴുതുകയാണെങ്കിൽ ആ ഒരു കത്ത് എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു കത്ത് അടുത്തതായിട്ട് ആ പേപ്പറിൻ്റെ താഴെ നെക്സ്റ്റ് എഴുതേണ്ടത് ആ കത്താണ്. മൈ ഡിയർ, ഞാൻ നിന്നോട് പൂർണ്ണമായും ക്ഷമിക്കുന്നു. നിനക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഞാനത് മനസ്സിലാക്കുന്നു. നിന്റെ പരമാവധി ശ്രമിച്ചു. ഒന്നും നിന്റെ മാത്രം തെറ്റോ കുറ്റമോ ഒന്നും അല്ല അങ്ങനെ സംഭവിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മളതിനെ സമാധാനിപ്പിച്ചു. ഇപ്പം ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്താൽ നമ്മൾ അയാളോട് ക്ഷമിക്കില്ലേ? അപ്പം ആ ഒരു ക്ഷമിക്കുന്ന പോലെ നമ്മളോട് ക്ഷമിക്കുകയാണ് എന്ന രീതിയിൽ നമ്മളൊരു ലെറ്റർ എഴുതുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലെറ്റർ എഴുതാം. നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ, നിങ്ങളുടേതായിട്ടുള്ള ഭാവനയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ എത്രത്തോളം പറഞ്ഞ് സമാധാനിപ്പിച്ച് ഓക്കെ ആക്കാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങളെ ഓക്കെ ആക്കുക. കാരണം ഏറ്റവും പൂർണ്ണമായും നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ കഴിയുന്നിടത്ത് മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. മറ്റാരുടെയും ക്ഷമയും അംഗീകാരത്തെക്കാട്ടും വലുത് നമുക്ക് നമ്മളോട് ക്ഷമിക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊരു ലെറ്റർ നമുക്ക് എഴുതാം. എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊന്ന് ഫീൽ ചെയ്യുക. നിങ്ങളെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ആ ഒരു ലൈഫ് ഇൻസിഡൻ്റ് എടുത്ത് ആ ഒരു ഇൻസിഡൻറ്റോട് നിരുപാധികം നിങ്ങളോട് ക്ഷമിച്ചു കഴിഞ്ഞു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഒപ്പം ആ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു പാഠമുണ്ടല്ലോ, ആ പാഠം എന്തായിരുന്നു? എനിക്ക് ആ ഒരു പാഠം ഞാൻ പഠിച്ചു, അതുകൊണ്ട് ഇനി അതെനിക്ക് ആ ഒരു തെറ്റെനിക്ക് സംഭവിക്കില്ല, അല്ലെങ്കിൽ ഇനി ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ഒരു കാര്യം കൂടെ ഓർമ്മയിൽ നിർത്തിയിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നൊരു പാഠം നമ്മൾ പഠിച്ചില്ലേ? ആ പാഠത്തെ, ആ ഒരു ലെസൺ, ആ ഒരു ലൈഫ് ലെസൺ എന്താണ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കത്ത് എഴുതിയതിന് താഴെയായിട്ട് ആ ലൈഫ് ലെസൺ എഴുതിയിട്ട് നിങ്ങൾക്കത് എഴുതി വയ്ക്കാം. ആ ലൈഫ് ലെസണും കൂടെ എഴുതിയിട്ട് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ആ ഒരു പേപ്പർ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഈ വാക്കുകളിലൂടെയാണ്. നൗ ഐ ആം ഓക്കെ, ഞാനിപ്പോൾ ഓക്കെയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്. ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ സോൾ, താങ്ക് യു ഫോർ ദിസ് അവെയർനെസ്, താങ്ക് യു മൈ ഇന്നർ സെൽഫ്. ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഈ ഒരു പേപ്പറിൽ എഴുതി ഈ ഒരു പ്രാക്ടീസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം
എന്തൊക്കെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ റിക്കവർ ആകാൻ ഒരു പരിധി വരെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാലപ്പഴക്കമുള്ളതാണെങ്കിലും എല്ലാം എന്ത് തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോചിതരാകുക എന്നത് സെൽഫ് ലവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇതിലൂടെയാണ് നമുക്ക് നമ്മളുടെ വ്യക്തിത്വത്തെ ശക്തമാക്കാൻ പറ്റുന്നത്. ഒറ്റ ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഒന്നും ഇതൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല. നമ്മൾ സമയം കൊടുത്ത് നിരന്തരമായിട്ട് പരിശ്രമിച്ച് പരിശീലനങ്ങൾ ചെയ്ത് ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ഉറപ്പായും ആ ഒരു പരിശ്രമം ഒരിക്കലും നിങ്ങൾക്ക് പാഴായി പോയില്ല. നമുക്ക് നമ്മുടെ ലൈഫ് ഒരുപാട് മീനിങ് ആക്കാനും മനോഹരമാക്കാനും വളരെയധികം സ്മൂത്താക്കി മാറ്റാനും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ വളരെയധികം എളുപ്പത്തിൽ എത്തിപ്പിടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് ലവ് ഉള്ളിലുണ്ടാവുക എന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉറപ്പായും ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം എല്ലാവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കാരണം എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഒന്ന് ചെയ്യാനും ഒക്കെയുള്ളൊരു ഇൻസ്പിറേഷൻ നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.